ഹായ്, നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് അടക്കം വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്. നമ്മൾ യൂഷ്വലി ഒരുപാട് ന്യൂസിലേക്ക് കേൾക്കുന്നതും പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ പവർഫുൾ ഫീൽ കിട്ടുന്നതും അത്യാവശ്യം വളരെ നല്ല സാലറി ഉള്ളതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കസ്റ്റംസ് ഓഫീസർ, സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സെൻട്രൽ കസ്റ്റംസ് ഓഫീസറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പോസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്ന ഏത് എക്സാമിൻ്റെ ത്രൂ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി, ഒരു 3 ഇയർ ഗ്രാജുവേഷൻ ഡിഗ്രി, വെറും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് ഉറപ്പായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. ലൈക്ക് ഇത് പലരും ചോദിക്കുന്നുണ്ട് ഇതിലേക്ക് എങ്ങനെ എത്താം, ഒരുപാട് എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ജസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാംസ് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് ആലോചിക്കുക നോക്കാൻ പറ്റും, ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന യൂഷ്വലി 21 to 23 ഇയേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൽ നമ്മൾ ആ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാംസ് പ്രിപ്പയർ ചെയ്ത് എഴുതി നമുക്ക് ഈ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു എക്സാംസ് എഴുതി നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതി നമ്മൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക ഓരോ പോസ്റ്റുകൾക്ക് ഓരോ കട്ട് ഓഫും റാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കോർ നമുക്ക് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇനി സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴും അവിടെ അതിൻ്റെ അണ്ടറിൽ പല പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതും നമുക്കിത് എങ്ങനെ ഏത് എക്സാം വഴിയാണ് ഇതിലേക്ക് എത്തുന്നതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ആക്ച്വലി 3 പോസ്റ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതിൻ്റെ അണ്ടറിൽ നമ്മുടെ SSC എക്സാമിൻ്റെ അണ്ടറിൽ CGLൻ്റെ എക്സാം വഴി 5 പോസ്റ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. 5 പോസ്റ്റുകളിലും ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നത് 3 എണ്ണമാണ്. ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ, അതുപോലെ ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുന്ന ഇതേപോലത്തെ 3 പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. 3 പോസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു 3 പോസ്റ്റ് കൂടാതെ വേറെയും നമുക്ക് ഈ പറയുന്ന CGLൻ്റെ അണ്ടറിൽ വേറെയും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അണ്ടർ വേറെയും പോസ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടാക്സ് അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ഒരു ഓഫീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബാണ് അവിടെ വരുന്നത്. ഇവിടെ നമുക്കിത് ഇൻസ്പെക്ടർ എന്ന റാങ്കിലേക്ക് വരുമ്പോൾ യൂണിഫോം റാങ്ക് ഇൻസ്പെക്ടർ, യൂണിഫോം പോസ്റ്റ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന 3 പോസ്റ്റുകളാണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും എയർപോർട്ടും സീപോർട്ടിലും അല്ലാതെയും ഒക്കെ തന്നെ കണ്ടിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ 3 പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോസ്റ്റുകൾ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ന്യൂസിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിനെ കുറിച്ചൊക്കെ ന്യൂസിലേക്ക് കേൾക്കാറുണ്ടെങ്കിലും ശരിക്കും ഈ പോസ്റ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെൻട്രൽ എക്സൈസിൻ്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒന്ന് ടാക്സ് കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെൻ്റ് ആണ്. ഏറ്റവും മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടാക്സിൻ്റെ കളക്ഷൻ ആൻഡ് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമുക്കിപ്പം GST റിഫോം വരുവാണെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ആ ഒരു ടാക്സസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻഷുറിംഗ് കളക്ഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് അതിൻ്റെ മാനുഫാക്ചറേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് ഈ പറയുന്ന കളക്ഷൻ ഓഫ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ഇൻസ്പെക്ഷൻ ഓഫ് യൂണിറ്റ്സ്, ഓരോ യൂണിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യുക, ലൈക്ക് ഫാക്ടറീസ്, അതുപോലെ ലൈക്ക് ഈ പറയുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസ്, വെയർ ഹൗസുകൾ, അത് സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസുകൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യുക, അതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ വർക്ക്, എന്തെങ്കിലും ടാക്സ് ഫ്രോഡുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവോയ്സുകൾ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. അതുപോലെ നമുക്ക് പിന്നെ ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് വർക്ക്സ് വരുന്നുണ്ട്. ലൈക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ ഇതിൽ വരുന്ന റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ ഓഡിറ്റ്സിനെ അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് സുപ്പീരിയർ സ്റ്റാഫ്സിനെ അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫ്സിനെ ഡെഫിനറ്റ്ലി നമുക്ക് അസിസ്റ്റ് ചെയ്യുന്ന വർക്ക് വരും. ഇപ്പോൾ നമ്മുടെ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ഹെൽപ്പ് ചെയ്യുക അവരുടെ ഡ്യൂട്ടീസിലേക്ക്, എൻഫോഴ്സ്മെന്റ് അങ്ങനെ ലൈക്ക് ആ ഒരു ആക്ടിവിറ്റീസിനെ എൻഫോഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആ ഒരു കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ
കൂടാതെ നമുക്ക് ഫീൽഡ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസിൽ നമ്മൾ കൂടുതലും കേൾക്കുന്നത്. ലൈക്ക് കണ്ടക്ട് റെയ്ഡ് കണ്ടക്ട് ചെയ്യുക, സെർച്ച്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലൈക്ക് സ്മഗ്ലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസിൽ ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്നത്. ഇത് കൂടാതെ പിന്നെ ക്ലർക്കൽ ആൻഡ് ഓഫീസ് വർക്കും കാണും. ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡ്രാഫ്റ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും റീഫണ്ടുകൾ പ്രോസസ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് ചെയ്യുക. അപ്പം ഡെഫിനറ്റ്ലി അതൊരു മോട്ടിവേഷൻ കൂടി ആയിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലേക്ക് പോകാം. എനിക്കൊന്ന് ഒരുപാട് പേരുടെ ഡ്രീം ജോബാണ് ഇതും എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ, നമ്മുടെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എയർപോർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ സീ പോർട്ടിലൊക്കെ വൈറ്റ് കളർ യൂണിഫോമിൽ കാണുന്ന ആ ഒരു ഇൻസ്പെക്ടേഴ്സിന് ആണ് നമ്മുടെ ഈ പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതും അഗെയിൻ സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടറിന്റെ അണ്ടറിൽ തന്നെ വരുന്ന പോസ്റ്റാണ്. ഇനി ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ, ഇതുപോലെ സ്മഗ്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗുഡ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള, എക്സ്പോർട്ടും ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും സ്മഗ്ലിങ്ങോ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ എയർപോർട്ടിലായാലും കോസ്റ്റൽ ഏരിയാസിലായാലും പോർട്സിലായാലും ഒക്കെ തന്നെ ആ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ബാഗേജുകൾ ചെക്ക് ചെയ്യുക, കാർഗോ ചെക്ക് ചെയ്യുക, അതുപോലെ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ നമ്മുടെ കസ്റ്റംസ് ലോയിനനുസരിച്ചാണോ അതൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ സർവൈലൻസ് ആൻഡ് ഇന്റലിജൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്മഗ്ലിംഗിന്റെ നെറ്റ്വർക്കും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇൻട്രോഗേഷൻ, സീഷ്യർ, അപ്പം ഈ പറഞ്ഞ ചില ആൾക്കാർ സസ്പീഷ്യസ് ആയിട്ട് തോന്നുവാണെങ്കിൽ അവരെ ചെക്ക് ചെയ്യുക, അവരുടെ ബാഗേജസ് ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ലീഗൽ ആക്ഷൻ എടുക്കുക, എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുകയാണ് അവരുടെ കയ്യിൽ എങ്കിൽ. പിന്നെ അതുപോലെ ഫീൽഡ് ഓപ്പറേഷൻസ് ലൈക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ, പെട്രോളിങ്, ബോർഡിംഗ് ഓഫ് ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ അസിസ്റ്റിംഗ് സുപ്പീരിയേഴ്സ്, ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ ഓഫീസ് വർക്കും അവർക്കും വരുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ റിപ്പോർട്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ആയാലും ശരി, ബാക്കിയുള്ളതായാലും ശരി, ആ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുക, സുപ്പീരിയേഴ്സിന് ഫോർവേഡ് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും അഗെയിൻ അവിടെ വരുന്നുണ്ട്. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഇനി ഫൈനലി നമ്മുടെ മൂന്നാമത്തെ പോസ്റ്റ്, നമ്മുടെ മൂന്നാമത്തെ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ അണ്ടറിലാണ് അതും വരുന്നത്. ഇനി ഇതിലെ ആ ആളുടെ മെയിൻ ഡ്യൂട്ടീസ്, ലൈക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്, ലൈക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെയൊക്കെ ചെക്ക് ചെയ്യുക, ആ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിനെ അസസ്മെന്റ് ചെയ്യുക, ലൈക്ക് ensure the correct classification and valuation of the goods and for daily calculation, duty calculation, നമ്മുടെ ആ ഗുഡ്സിൻ്റെ ഒക്കെ ആക്ച്വൽ വാല്യൂസ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ഡിറ്റക്ഷൻ ഓഫ് മിസ് ഡിക്ലറേഷൻ, നമ്മുടെ ചില ഇൻവോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ലോഡിംഗ്, അൺലോഡിംഗ്, അതിൻ്റെയൊക്കെ സൂപ്പർവിഷൻ ഗുഡ്സിൻ്റെ. അതുപോലെ തന്നെ കോർഡിനേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ സുപ്പീരിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള റിമൈനിങ് ഓഫീസേഴ്സ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന ഈ 3 പ്രധാന പോസ്റ്റുകൾ ആൻഡ് അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട്, ലൈക്ക് നമ്മൾ സാധാരണ ന്യൂസിൽ കേൾക്കുമ്പോൾ ജസ്റ്റ് ചിലത് മാത്രമേ കേൾക്കാറുള്ളൂ, മോസ്റ്റ്ലി ഫീൽഡ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ വരുന്ന ചില ഡ്യൂട്ടീസ്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക, എന്നിട്ട് ഇത് അറിഞ്ഞു വെച്ചോണ്ട് ഡെഫിനറ്റ്ലി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് പലരുടെയും ഒരു ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ്. സോ ഇതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ബോഡിയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റും ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ SSCയുടെ അണ്ടറിൽ തന്നെ വേറെ അണ്ടർ ഗ്രാജുവേറ്റ്സിനും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. പക്ഷേ കസ്റ്റംസ് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. സോ എക്സാം ഏതാണ്, നമ്മുടെ SSCയുടെ അണ്ടറിലുള്ള ഏത് എക്സാം വഴിയാണ് ഈ പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, നമ്മുടെ CGL എന്ന് പറയുന്ന ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന എക്സാമാണ് കമ്പൈൻ ഗ്രാജുവേറ്റ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മൾ ഈ എക്സാംസ് അറിഞ്ഞ് മനസ്സിലാക്കി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് നമുക്ക് ഈ പറയുന്ന ഓരോ പോസ്റ്റുകൾക്ക് ഓരോ റാങ്കും മാർക്കും ഒക്കെ ഉണ്ട്. അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഒരേ മാർക്ക് ആയിരിക്കത്തില്ല, ഒരേ റാങ്ക് ആയിരിക്കില്ല, അത്
വേക്കൻസിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ എത്ര കാൻഡിഡേറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും, ഓരോ പോസ്റ്റുകളിലും എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ എക്സാമിൻ്റെ ടഫ്നെസ് ലെവൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനൊക്കെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ പറയുന്ന ആ ഒരു നല്ല റാങ്കും അതുപോലെ തന്നെ നല്ല മാർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് കിട്ടും. ലൈക്ക് ഇതല്ല, ഇതിൻ്റെ മേളിലുള്ള വേറെ പോസ്റ്റുകൾ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ അറിയാൻ പറ്റും ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ഡിസംബർ ജനുവരി ആകുമ്പോൾ SSCയുടെ കലണ്ടർ വരും. ആ കലണ്ടർ വഴി നമുക്ക് അറിയാൻ പറ്റും എപ്പോഴത്തേനാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴത്തേനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാംസ് മിക്കവാറും നമുക്ക് നടക്കുന്നത് ഒരു ജൂലൈ ടു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു 1 year സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നേരെ നിങ്ങൾക്ക് ആ എക്സാംസിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്ത് മുമ്പിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങളുടെ ഒരു ടൈം സേവ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് ആ ജോലിയിലേക്ക് എത്താനും ഫ്യൂച്ചർ പ്രൊമോഷൻസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റുകളുടെ എണ്ണത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നമ്മുടെ സീജൻ്റെ അടിയിൽ ഏകദേശം 36-38 പോസ്റ്റുകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സാമിൻ്റെ അണ്ടറിൽ. അതിൽ നമ്മളിപ്പം പറഞ്ഞ പോസ്റ്റിനെ കുറിച്ച് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീജലിനെ കുറിച്ചുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ഫ്യൂച്ചറിൽ ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫ്യൂച്ചറിലുള്ള ഒന്നും തന്നെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് നമ്മുടെ പേ ലെവൽ 7 അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. നിങ്ങൾ ഈ കാണുന്ന ഇത്രയും പോസ്റ്റുകൾ, ഇനിയും പോസ്റ്റുകളുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 44,900 to 1,42,400 ആണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാലറി വരുന്ന ഏകദേശം ഒരു 80,000 to 90,000 ആണ് സാലറി വരുന്നത്. ഇൻ ഹാൻഡ് സാലറി ഏകദേശം ഒരു റഫ്ലി 80,000 ആയിരിക്കും ഇൻ ഹാൻഡ് സാലറി നമുക്ക് വരുന്നത്. സ്റ്റാർട്ടിംഗ് സാലറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയ ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഒന്നുമല്ല. സ്റ്റാർട്ടിംഗ് സാലറിനെ കുറിച്ച് പറയുന്നത് ഏകദേശം ഒരു 80,000 ആയിരിക്കും. 75 to ഒരു 85 ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചും നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി അനുസരിച്ചും നമുക്ക് സാലറി ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു 11, 12, 13ാമത്തെ ഇതിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ്, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ എല്ലാം വരുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 to 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ 18 to 30 years എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയായാലും ഒരു 20 years എങ്കിലും എടുക്കും. സോ അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സാണ് 30 years ആണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. അത് ജനറൽ കാറ്റഗറിയുടെ ആണ്. ഇനി OBC ആണെങ്കിൽ 3 വർഷം കൂടി എക്സ്ട്രാ കിട്ടും എന്ന് പറഞ്ഞാൽ 33 വയസ്സെന്ന് പറയാം. അതിൽ SC ST ആണെങ്കിൽ 5 വർഷം കൂടി എക്സ്ട്രാ കിട്ടും എന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരെ SC STക്ക് അത് പറ്റുകയും ചെയ്യും. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. അപ്പം ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് എ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിവിൽ സർവീസിന്റെ പോസ്റ്റുകളാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് എയുടെ തൊട്ടടിയിൽ വരുന്ന മിനി സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു എക്സാം കൂടിയാണ് SSC CGL എന്ന് പറയുന്നത്. സോ അതിന്റെ തൊട്ടടി വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റ് വഴി. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ്ലി തന്നെ ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12-13 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏത് റാങ്കിലായിരിക്കും, ഒരു IPS പോലത്തെ റാങ്കിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ഞാൻ ശരിക്കും സിവിൽ സർവീസ് എഴുതി എത്തിച്ചേരുന്ന ഒരു റാങ്കിലേക്ക്, ഒരു കമ്മീഷണർ, സൂപ്രണ്ടന്റ് ഓഫ് ആ ഒരു റാങ്കിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് വഴി എന്തിലേക്ക് എത്താൻ പറ്റും, ഈ പറഞ്ഞ റാങ്കുകളിലേക്കും എത്താൻ പറ്റും. സിവിൽ സർവീസ് വഴി മാത്രമല്ല, നിങ്ങൾക്ക് ഇതുവഴിയും എത്താൻ പറ്റും. കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ ഒരു എക്സാമിന്റെ സിലബസിലേക്ക് വരുവാണെങ്കിൽ ഒരു എക്സാമിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് റഫ്ലി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. SSC CGLന്റെ നമുക്ക് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഇന്റലിജൻസ്, റീസണിങ് ആൻഡ് മാത്സ്, ഈ 4 ഏരിയയാണ് നമുക്ക് വരുന്നത്. നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് അവിടെ വരുന്നത്. ഓരോ ക്വസ്റ്റിനും ഒരു 2 മാർക്ക് വെച്ച് നമുക്ക് മൊത്തം 100 ക്വസ്റ്റിനും 200 മാർക്കുമാണ് നമുക്ക് വരുന്നത്. ആൻഡ് 1 മണിക്കൂറുടെ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ 10th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതിന്റെ വീഡിയോസ് ഒക്കെ തന്നെ ഓൾറെഡി ചാനലിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ആ ചാനലിൽ സെർച്ച് ചെയ്ത് അതും കണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സെഷനിൽ നമ്മുടെ ഈ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സെൻട്രൽ കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു പോസ്റ്റിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതുകൂടെ അതിന്റെ സാലറി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചെറിയ ഏജിൽ തന്നെ ഈ ഒരു റാങ്കിലേക്ക് എത്തുക, യൂണിഫോം പോസ്റ്റിലേക്ക് എത്തുക, അതിൻ്റെ ഒരു പവർ അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇനി വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ 2026 CGL എത്താൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ആയിരിക്കും അതെന്ന്
പറയുന്നത്. സോ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ കൂടെ ഒരുമിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നോട്ടിഫിക്കേഷൻ വരട്ടെ, നമുക്കിത് വിളിക്കട്ടെ, അങ്ങനല്ല. ഇത് എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമാണ്. എല്ലാ വർഷവും ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും, വർഷങ്ങളായിട്ട് വരുന്നതാണ്. ഈ അടുത്ത വർഷം ഇത് വരും. സോ അത് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ലേറ്റ് ആയി പോകുന്നു വിചാരിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് നേരത്തെ ഇത്രയും നേരത്തെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കുകയും ചെയ്യില്ല. എത്രയും പെട്ടെന്ന് തുടങ്ങുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും നല്ല റാങ്കും അത്രയും നല്ല പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ SSC 2026 എക്സാംസിന് വേണ്ടിയും നിങ്ങൾക്ക് എൻട്രിയിൽ ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ബാച്ചസിൻ്റെ കൂടെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ബാച്ചസിൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത എക്സാംസിനൊക്കെ ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വരുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമുക്കിവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അയ്യോ ക്ലാസ്സസ് ഞാൻ ഓൾറെഡി ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ വർക്കിംഗ് പ്രൊഫഷണൽ, എനിക്കത് മിസ്സാവത്തില്ല എന്നൊക്കെ തോന്നും. ഇല്ല, റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈവനിങ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഈവനിങ് ടൈം ആയിട്ട് 7 മണിക്ക് ശേഷം വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്കത് ആ ഒരു ക്ലാസ്സസ് ഡേ ടൈമുള്ള ഒന്നും എഫക്റ്റ് ആവാതെ തന്നെ ഈവനിങ് ടൈം നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ലൈവായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങളുടെ ബുക്സുകൾ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അത്യാവശ്യം നല്ല സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പ്രിപ്പറേഷൻ പോകുന്നത് കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒരു 4 ടയർ അല്ലെങ്കിൽ 3 ടയർ ലെവലിലാണ് പ്രിപ്പറേഷൻ പോകുന്നത് നമുക്ക് പറയാം. എന്ന് ഞാൻ ആദ്യമേ സിലബസ് കവർ ചെയ്യും ഒരു 3 to 4 months. അതിനുശേഷം നമ്മുടെ വീക്കർ ഏരിയ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം അഡ്വാൻസ് ആയിട്ടുള്ള പ്രാക്ടീസും പിന്നെ CGലൊക്കെ ആണ്ട് തന്നെ അതിൻ്റെ Tier 2 ലെവൽ ഓഫ് പ്രാക്ടീസും ഇങ്ങനെ ആയിരിക്കും. എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് ആ ഒരു Tier 2 ലെവൽ ഓഫ് പ്രാക്ടീസും ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഒരു നമ്മുടെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ പോകുന്നത് ഈ ഒരു സ്റ്റേജസിലായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊടുത്ത് അത്യാവശ്യം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒക്ടോബറാണ്, നമ്മുടെ എക്സാം അടുത്ത വർഷം ഒരു ഓഗസ്റ്റിലാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 10 തൊട്ട് 11 മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. സോ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നല്ല റാങ്കോടെ, നല്ല മാർക്കോടെ, നല്ല എന്താ പറയുക പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ, നിങ്ങളിപ്പം പഠിക്കുന്ന ഡിഗ്രി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അടുത്ത വർഷം അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ, ഈവൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. മോറോവർ ഈ മാസം നമുക്ക് വേറെയും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ 100 ബാച്ചസിലായിട്ട് 3000-ഓളം സ്റ്റുഡൻസ് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ പ്ലേസ് ആയതിൻ്റെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്തൊരു മന്ത് കൂടിയാണിത്. സോ ഈ മന്ത് അതിന് വേണ്ടിയും കുറേ ഓഫേഴ്സ് ഉണ്ട് ജോയിൻ ചെയ്യുന്നവർക്ക്. സോ അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ ഒരു മന്ത് മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ബോഡി SSCയുടെ അണ്ടറിൽ വരുന്ന ഈ CGL എക്സാംസിൽ ഇത് മാത്രമല്ല വേറെയും ഒരുപാട് പവർഫുൾ പോസ്റ്റുകളുണ്ട്. CBIയും NIയും അങ്ങനെയൊക്കെയുള്ള. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതും അവിടെ നിന്ന് കണ്ടു നോക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനും നമ്മൾ ഫ്യൂച്ചറിൽ ഇവിടെ കൊണ്ടുപോകും. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്തായാലും അത് നിങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.